29-ാമത്തെ ശ്ലോകത്തിൽ ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ചെറുതായിട്ട് ഒരു സൂചന നൽകണു ശ്രുതിദേവതകൾ. എങ്ങനെയാണ് ഈ ദൃശ്യപ്രപഞ്ചമുണ്ടായത്? പ്രപഞ്ചോൽപത്തിയെപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പലരും പറയണത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് പ്രപഞ്ചം ആവിർഭവിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ആവിർഭവിച്ചത്. ഈ ശ്ലോകത്തിലെ ശ്രുതിദേവതകൾ പറയണു, എന്തിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, അവിടുത്തെ ഇഷ്ടം അഥവാ ഇച്ഛ എന്നേ പറയാൻ പറ്റുള്ളൂ. അവരാദ്യം പറഞ്ഞു, ഹേ ഭഗവാനെ, നിന്തിരുവടിക്ക് ക്രീഡാഭിലാഷം ജനിച്ചാൽ, കളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഉപരിയായിട്ടുള്ള അങ്ങ് യോഗമായുമായിട്ട് സമ്മേളിക്കണം. അതിന് മാണ്ഡൂക്യകാരികയിൽ പറയുക, ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി എന്നാണ് പറയണത്. പല അദ്വൈത ശാസ്ത്രങ്ങളിൽ പല അഭിപ്രായങ്ങളും സൃഷ്ടിയുടെ രഹസ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അഷ്ടമസ്കന്ധത്തിൽ മഹാബലിയുടെ പത്നി വിന്ധ്യാവലി പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ശ്ലോകം നമുക്ക് കേൾക്കാം. ക്രീഡാർത്ഥ ആത്മന ഇദം ത്രിജഗൽ കൃതം തേ. ക്രീഡാർത്ഥം, കളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ മൂന്ന് ലോകങ്ങളെ, ഈ ത്രിലോകങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി എന്ന് പറയണു. എപ്പോഴാണോ അവിടത്തേക്ക് കളിക്കണം എന്ന് തോന്നിയത്, ഞാൻ ഏകനാണ് എന്ന് തോന്നിയപ്പോൾ ഏകനായിരിക്കുന്ന ഞാൻ പലതായി തീരട്ടെ എന്ന് ചിന്തിച്ച സമയത്ത് ആ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചമുണ്ടാവണു. അക്ഷരാൽ സംഭവതീഹ വിശ്വം എന്ന് മുണ്ടക ഉപനിഷത്ത് പറയാണ്. അപ്പൊ എപ്രകാരം ഇത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഇച്ഛ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. ലോകവത്തു ലീലാ കൈവല്യം എന്ന് വേദാന്ത സൂത്രത്തിൽ നമുക്ക് കാണാം. ഈ പ്രപഞ്ച സൃഷ്ടി അത്യന്തം സങ്കീർണമായ ഗുരുതരമായിട്ടുള്ള ഒരു സംരംഭമാണെങ്കിലും ഈശ്വരന് അത് കേവലം ഒരു വിനോദം മാത്രമാണ്, ക്രീഡ മാത്രമാണ് എന്ന് ആചാര്യസ്വാമികൾ പറയും. വെറും ഒരു ലീല മാത്രമാണ് ഭഗവാന്. നാരായണീയത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ പ്രേക്ഷാമാത്രേണ മൂല പ്രകൃതി വികൃതിഗത് കൃഷ്ണ തസ്മൈ നമസ്തേ എന്ന് പറയണു. അങ്ങനെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട്, ലീലയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പ്രകൃതിയെ സ്വീകരിക്കണം, അഥവാ പ്രകൃതിയെ അവലംബിക്കണം. തൻ്റെ തന്നെ ശക്തിയായ മൂലപ്രകൃതി അഥവാ മായ എന്ന ശക്തിയെ ഭഗവാൻ ഒന്ന് കടാക്ഷിക്കുമ്പോൾ, ഒന്ന് നോക്കുമ്പോൾ, സുദർശനം ചെയ്യുമ്പോൾ, അതാണ് സുദർശനം എന്നുള്ള വാക്ക്. ആ കാലശക്തി എന്ന് വേണമെങ്കിൽ പറയാം, കാലാഖ്യശക്തിം എന്ന് നാരായണീയത്തിൽ പറയണത്. അതാണ് സുദർശനം. ആ കാലചക്രത്തിനെ തൻ്റെ ചൂണ്ടുവിരലിട്ട് കറക്കുന്നതായ ആ ലോകൈകനാഥൻ കാലത്തിനനുസൃതമായിട്ട് തൻ്റെ തന്നെ ശക്തിയായ ആ മായയെ ഒന്ന് ഈക്ഷണം ചെയ്യുമ്പോൾ ആ മായയ്ക്ക് വിജൃംഭണം സംഭവിക്കണു, വികാരമുണ്ടാവണു, സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണു. അപ്പൊ അതിൽ നിന്ന് മഹദാദി തത്വങ്ങൾ ഉണ്ടാവണു. അങ്ങനെ പ്രകൃതിയുടെ 24 തത്വങ്ങൾ ഉണ്ടാവണു. ഇങ്ങനെ 24 തത്വങ്ങൾ പ്രകൃതി തത്വങ്ങളാണ്. അതിൽ പിന്നീട് ആ പരമേശ്വരന്റെ ചൈതന്യം ചേരുമ്പോഴാണ് പൂരുഷ പഞ്ചവിംശ എന്ന രീതിയിൽ 25ാമത്തെ തത്വം. പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ, ഇതാണ് 24 എണ്ണം. 25ാമതായിട്ട് പുരുഷൻ,
ഇങ്ങനെ പഞ്ച 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 പഞ്ച, 5ന്റെ 5 കൂട്ടം, പ്രകർഷേണ പഞ്ചം പ്രപഞ്ചം എന്ന രീതിയിൽ 25 തത്വങ്ങൾ ചേർന്നിട്ടുള്ള ആ ചൈതന്യം ചേരുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം ഉണ്ടാവണു. എന്തിനു വേണ്ടിയിട്ട് ഭഗവാൻ സൃഷ്ടിക്കണു? 84 ലക്ഷം വർഗത്തിലുള്ള യോനികളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ഇതുകൂടാതെ സ്ഥാവരങ്ങളായിട്ടുള്ളവയുണ്ട്, അചരങ്ങളായിട്ടുള്ളവയുണ്ട്. അപ്പോൾ ചരാചരങ്ങളായിട്ടും അല്ലെങ്കിൽ പക്ഷിമൃഗാദികളായിട്ടും മനുഷ്യരായിട്ടും ദേവന്മാരായിട്ടും വളരെയധികം വൈരുദ്ധ്യമായിരിക്കുന്ന തരത്തിലുള്ള സൃഷ്ടിയെ ഭഗവാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ അതിന് വിശദീകരണം: ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി. അതെൻ്റെ ഇച്ഛയാണ്. ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് മണൽ കൊണ്ട് മണൽ കൊട്ടാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ എന്ന് ആചാര്യന്മാർ ഉദാഹരിക്കാറുണ്ട്. സംഹാരവും അതുപോലെ തന്നെയാണ്. കടൽ തീരത്ത് മണൽ കൊണ്ട് കൊട്ടാരമുണ്ടാക്കി കളി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ കൊട്ടാരത്തിനെ ഒറ്റ തട്ട് തട്ടി നശിപ്പിക്കണു ആ കുട്ടി. എന്തിനാണ് ഉണ്ണി അത് നശിപ്പിച്ചത്? നല്ല ഭംഗിയുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അവൻ പറയും അതെൻ്റെ ഇഷ്ടമാണെന്ന്. എന്നതുപോലെ ആ സർവേശ്വരൻ്റെ, ലോകൈകനാഥൻ്റെ ഇഷ്ടം, ഇച്ഛ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തൈത്തിരീയ ഉപനിഷത്ത് പറയും സ്വകാമയത ബഹുസ്യാം, ഒന്നായിരിക്കുന്ന ഞാൻ പലതായിട്ട് ഭവിക്കട്ടെ എന്ന് ഈശ്വരൻ ഇച്ഛിച്ചു. അങ്ങനെ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന ചൈതന്യം പലതായിട്ട് രൂപപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ പ്രകൃതിയെ സ്വീകരിച്ചു. 25 തത്വങ്ങളോടുകൂടി ബ്രഹ്മാണ്ടമുണ്ടായി. അതിൽ നിന്ന് വിരാട് പുരുഷനുണ്ടായി. പലതരത്തിലുള്ള സൃഷ്ടി വൈചിത്ര്യങ്ങൾ ഉണ്ടായി. ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും എല്ലാം വളരെ വിശദമായിട്ട് ആ പ്രപഞ്ചോൽപത്തി ആധുനിക ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കണില്ല. അവർ മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി എന്നൊക്കെയാണ് പറയുക. എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്നവരുടെ വാദം. എന്നാൽ എന്താണ് പൊട്ടിത്തെറിച്ചത്? ആ പൊട്ടിത്തെറിക്ക് മുമ്പ്, ആ സ്ഫോടനത്തിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത്? ആ ഉണ്ടായിരുന്ന സാധനം എവിടെ നിന്നുണ്ടായി? ഇതിനൊന്നും വിശദീകരണമില്ല. പക്ഷേ ശ്രുതിദേവതകൾ പറയണു ഞങ്ങൾക്കറിയാം എല്ലാം ഉണ്ടായത് നിന്തിരുവടിയിൽ നിന്നാണ്. അപ്പൊ തൈത്തിരീയോപനിഷത്ത് പറഞ്ഞതുപോലെ ഒന്നായിരിക്കുന്ന ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന് ഈശ്വരൻ ഇച്ഛിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായത്. ഛാന്തോക്യ ഉപനിഷത്ത് പറയും തൈ അക്ഷത ബഹുസ്യാം പ്രജായേയ ഇതി. എനിക്ക് പലതാകണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു എന്നർത്ഥം. ഇങ്ങനെ ആ ഭഗവാന്റെ ഇച്ഛ ഒന്ന് മാത്രമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരം എന്ന് ശ്രുതിദേവതകൾ ആദ്യമേ പറയണു. അതിനായിട്ട് അങ്ങ് പ്രകൃതിയെ, അങ്ങയുടെ തന്നെ ശക്തിയെ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് പ്രപഞ്ചവും ജീവജാലങ്ങളും അവരവരുടെ കർമ്മസംസ്കാരത്തിന് അനുയോജ്യമായ ശരീരത്തോടു കൂടിയ സ്ഥാവര ജംഗമങ്ങളും ആവിർഭവിക്കണു. ഇങ്ങനെ ഈശ്വരൻ്റെ സങ്കല്പം അനുസരിച്ചാണ് സൃഷ്ടി നടക്കുന്നത്. അത് കാലത്തിൻ്റെ വൈഭവമാണ് എന്ന് ചിലര്, ഈശ്വരൻ്റെ ഭോഗത്തിനാണ് എന്ന് വേറെ ചിലര്, ക്രീഡാർത്ഥമാണ് എന്ന് മറ്റു ചിലര്. യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ സ്വഭാവം മാത്രമാണ്. അപ്പൊ ഇതിലെല്ലാം ഭഗവാൻ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിയാദ്യ ലീലകൾ എന്ന് തന്നെയാണ് ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറയുക. ഭഗവാന് അത് ലീലയാണ്, വിനോദമാണ്, ക്രീഡയാണ്, വെറും നേരം പോക്ക് മാത്രമാണ്, നിസ്സാരാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഛാന്തോക്യോപനിഷത്തിലോ
അല്ലെങ്കിൽ മാണ്ഡൂക്യകാരികളൊക്കെ പറയുന്നത് പോലെ സ ഈക്ഷത ലോകാനുസൃജ ഇതി സ ഇമാം ലോക നസൃജത എന്ന് ഐതരേയ ഉപനിഷത്ത് പറയുന്നു. ഇതീക്ഷാപൂർവികാമേവ സൃഷ്ടിമാചഷ്ടേ എന്ന് പ്രശ്നോപനിഷത്ത് പറയുന്നു. ഇവിടെ ഒറ്റ നോട്ടത്തില് ആ ഭഗവാൻ മായയിൽ നിന്ന് മഹദാദി തത്വങ്ങളെ സൃഷ്ടിക്കണു. അതിൽ കൂടി വിവിധ തരത്തിലുള്ള സൃഷ്ടിഭേദങ്ങൾ ഉണ്ടാവണു എന്ന് പറയാം. ഒടുവില് ഭഗവാൻ എല്ലാം ഉപസംഹരിച്ച് യോഗനിദ്രയിൽ ശയിക്കുമ്പോൾ എല്ലാ ജീവാത്മാക്കളും കർമ്മശിഷ്ടത്തോടു കൂടിയിട്ട് ഭഗവാങ്കല് ലീനമായിട്ട് കിടക്കണു. എപ്രകാരമാണോ ഉത്ഭവിച്ചത് അതിന് നേരെ പ്രതിലോമ ക്രമത്തില്, വിപരീത ക്രമത്തില് സർവസ്വവും ഭഗവാനിൽ ലയിച്ച് അന്തർലീനമായിട്ട് കിടക്കണു. ഇങ്ങനെ സംഹാരവും ഭഗവാനാണ് ചെയ്യണത് എന്നർത്ഥം. ഏതുപോലെ എന്നാണെങ്കിൽ ഊർണനാഭി അതോർണുതേ, എപ്രകാരമാണോ ഒരു എട്ടുകാലി അല്ലെങ്കിൽ ചിലന്തി തൻ്റെ ഉള്ളിൽ നിന്ന് നൂല് സൃഷ്ടിച്ചിട്ട് ആ വല ഉണ്ടാക്കി തൻ്റെ ലീലകൾ തുടർന്നതിന് ശേഷം അവസാനം തന്നിലേക്ക് തന്നെ ആ നൂല് തിരിച്ചെടുക്കുന്നത് യഥോർണനാഭി സൃജതേ ഗൃഹതേച എന്ന് മുണ്ടക ഉപനിഷത്ത് പറയുന്നു. അങ്ങനെ എല്ലാത്തിനെയും ഭഗവാൻ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ സ്വാംശീകരിച്ച് ആഗിരണം ചെയ്ത് സൃഷ്ടിയാദി ലീലകൾ അടുത്ത സൃഷ്ടി തുടങ്ങുന്നത് വരെ യോഗനിദ്രയിൽ ശയിക്കണു എന്നർത്ഥം. പിന്നീട് യോഗമായയുടെ പ്രഭാവം കൊണ്ട് എപ്പോഴാണോ സർവേശ്വരൻ ഉണർന്ന് യോഗമായയെ സ്വീകരിക്കുന്നത്, അപ്പോൾ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആ ജീവാത്മാക്കള് അവരുടെ കർമ്മശിഷ്ടം അനുസരിച്ചുള്ള ശരീരങ്ങളെ സ്വീകരിക്കുകയാണ് എന്ന് ചില ആചാര്യന്മാര് വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ നിത്യമുക്തനായിട്ടുള്ള ഭഗവാൻ, മായയ്ക്ക് അതീതനായ ഭഗവാൻ, മായയുടെ അധിപനായ ഭഗവാൻ മായയെ ഈക്ഷണം ചെയ്യുന്ന ലീലയുണ്ടാകുമ്പോൾ പ്രളയത്തിൽ ലയിച്ചിരുന്ന ജീവാത്മാക്കളുടെ കർമ്മവാസനകൾ വികസിക്കണു. അതനുസരിച്ചുള്ള കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ അവരോരോ ശരീരങ്ങളെ സ്വീകരിച്ച് ജനിക്കാനിടയാവണു. അങ്ങനെയുള്ള ആ ഭഗവാന് യഥാർത്ഥത്തിൽ ഇഷ്ടനെന്നോ ദുഷ്ടനെന്നോ ഉള്ള വ്യത്യാസമില്ല. ആര് സ്വന്തക്കാരനായിട്ടോ ശത്രുവായിട്ടോ ഇല്ല. ന ഹി പരമസ്യ കശ്ചിത് അപരോ ന പരശ്ച ഭവേത്. ഒരാള് സ്വന്തക്കാരനായിട്ടോ ഒരാള് അന്യനായിട്ടോ ഇല്ല. ഇത് ഭാഗവതത്തിൽ പല സ്ഥലത്ത് കാണാം. ഗോപസ്ത്രീകളുടെ അടുത്ത് ചെന്ന് ഭഗവാന്റെ സന്ദേശം ഉദ്ധവൻ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഉദ്ധവഗീതയിൽ കാണാം. അതിനു മുമ്പ് ചിത്രകേതു ഉപാഖ്യാനത്തില് ആ ജീവൻ വന്ന് ചിത്രകേതു എന്ന രാജാവിനോട് പറഞ്ഞ കേൾക്കാം. പ്രിയനായിട്ടോ അപ്രിയനായിട്ടോ ശത്രുവായിട്ടോ മിത്രമായിട്ടോ വേണ്ടപ്പെട്ടവരായിട്ടോ വേണ്ടാത്തവരായിട്ടോ ആരും തന്നെ ഇല്ല. ഏകനാണ്, സ്വയം ജ്യോതിസാണ്, ബന്ധങ്ങളില്ലാത്തവനാണ്, ബന്ധനങ്ങളില്ലാത്തവനാണ്, ജ്ഞാനസ്വരൂപനാണ്, ദ്വൈതഭാവങ്ങൾ ഇല്ലാത്തവനാണ് എന്ന് ഭാഗവതത്തിൽ ഉടനീളം കാണാം. ആ പരമാത്മ ചൈതന്യത്തിൻ്റെ മാഹാത്മ്യം. ഇങ്ങനെ ആകാശം പോലെ വസ്തുശൂന്യനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനുമായിരിക്കുന്ന അവിടത്തേക്ക് ദ്വൈതഭാവങ്ങളില്ല. അപ്പോൾ ദേവൻ, മനുഷ്യൻ, പക്ഷിമൃഗാദികൾ, സ്ഥാവരങ്ങൾ തുടങ്ങിയ ജീവജാലങ്ങളുടെ ഉച്ചനീചത്വം ആ ജീവന്മാരുടെ കർമ്മഭേദം കൊണ്ട് ഉണ്ടാവുന്നതാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് സജ്ജനങ്ങൾ പറയുന്നു. കാവലത്തിൽ പറഞ്ഞതുപോലെ സകാമികളായിട്ടുള്ള ആൾക്കാര് കർമ്മം ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോവും, പിന്നെ അതിൽ പുണ്യമുള്ളവരാണെങ്കിൽ സ്വർഗത്തിലേക്ക്, പാപമുള്ളവരാണെങ്കിൽ നരകത്തിലേക്ക്.
നിഷ്കാമകർമ്മികളാണെങ്കിൽ നചത പുനരാവർത്തതേ, അവൻ സംസാരത്തിലേക്ക് തിരിച്ചു വരണില്ല. പാപകർമ്മങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ നരകത്തിലേക്കോ നീചയോനികളിലേക്കോ പോണു. ഇങ്ങനെ ഓരോരോ ജീവാത്മാവും അവരവരുടെ കർമ്മഫലത്തിനെ അനുസരിക്കാനായിട്ടാണ്, കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ശരീരങ്ങളെ സ്വീകരിക്കുന്നത്. ഇന്ദ്രദ്യുമ്നൻ ആനയായി തീർന്നതും ചിത്രകേതു വൃത്രാസുരനായി തീർന്നതും ഉപബരിഹണൻ ശൂദ്രനായും ജനിച്ചതും എല്ലാം ഭാഗവതത്തിലെ ഉദാഹരണങ്ങളാണ്. അപ്പൊ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിലോ ഭൂമിയിലോ നരകത്തിലോ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചക്രത്തിൽ കിടന്ന് വട്ടം കറങ്ങേണ്ടതായിട്ട് വരുന്നു. ഇത് ഈശ്വരന്റെ ഒരു പക്ഷപാതമല്ല. എനിക്ക് വേണ്ടപ്പെട്ടവൻ എന്ന രീതിയിൽ സ്വർഗം കൊടുക്കുകയോ എനിക്ക് ദ്വേഷമുള്ളവൻ എന്ന രീതിയിൽ നരകം കൊടുക്കുകയോ അല്ല ചെയ്യണത്. ആ ഭഗവാൻ എല്ലാത്തിലും സാക്ഷീഭൂതനായിട്ട് ഇരിക്കുന്നു. സാക്ഷി ചേത കേവലോ നിർഗുണശ്ച എന്ന് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയും. എല്ലാത്തിനും സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും കർമ്മങ്ങളെ ആ ഭഗവാൻ അറിയണു. അവിദ്ധദൃക് എന്ന ഗജേന്ദ്രന്റെ സ്തുതിയിൽ നമുക്ക് കാണാം. യ സർവജ്ഞ സർവവിദ് എന്ന മുണ്ടക ഉപനിഷത്ത് പറയും. എല്ലാത്തിനെയും അറിയുന്നവനാണ് ഭഗവാൻ. സകല ജീവജാലങ്ങളുടെയും സകല കർമ്മങ്ങളെയും മനസ്സിലാക്കുന്ന ഭഗവാൻ അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ കൊടുക്കണു എന്ന് മാത്രം. പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടികളും ഉത്തരം ഓരോ രീതിയിൽ എഴുതുമ്പോൾ അവർക്ക് കിട്ടുന്ന മാർക്ക് ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവും കിട്ടുന്നത് പോലെ ഓരോ ജീവജാലത്തിനും ഓരോ ജീവന്മാർക്കും അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. അല്ലാതെ അതിൽ ഈശ്വരന് പങ്കില്ല. ഭഗവാൻ സാക്ഷിയായിട്ട് നിർഗുണനായിട്ട് എല്ലാത്തിനെയും അറിയുന്ന അറിവായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന രീതിയിൽ എല്ലാത്തിലും ഉപരിയായിട്ട് നിൽക്കണു. അപ്പൊ സകലത്തിനും ഉപരിയായിട്ടുള്ള പരാൽപരനായിട്ട്, പരാൽ പരതരം ബ്രഹ്മ എന്ന ശരഭോപനിഷത്ത് പറയും. എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ശത്രുമിത്രങ്ങൾക്കും ധർമാധർമ്മങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും സ്വപരങ്ങൾക്കും എല്ലാത്തിനും ദ്വൈതങ്ങൾക്ക് ഉപരിയായിട്ട് നിൽക്കുന്ന ദ്വന്ദ്വാതീതനായിട്ട് സാക്ഷിയായിട്ട് നിൽക്കുന്ന അവിടത്തേക്ക് ഇതിൽ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. എല്ലാം ഓരോ ജീവന്റെയും കർമ്മത്തിനനുസരിച്ച് ഓരോ യോനികളിൽ വന്ന് ജനിക്കുകയാണ്. അങ്ങനെ ഓരോ ജീവിക്കും വിവിധ തരത്തിലുള്ള ശരീരങ്ങളെ ലഭിക്കുന്നത് അവരവരുടെ കർമ്മത്തിന്റെ വാസന അനുസരിച്ചിട്ടാണ്. അല്ലാതെ ഭഗവാൻ ഇതിന് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെയാണ് വിവിധ തരത്തിലുള്ള സൃഷ്ടികള് ശരീരങ്ങള് ഭൂമിയിൽ ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ ചെറിയ ഒരംശത്തിനെ ഇവിടെ എടുത്ത് കാണിക്കണു. ശ്രുതി ദേവതകൾ ഭഗവാന്റെ ഇച്ഛ മാത്രമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരം എന്ന് ചുരുക്കം. 30-ാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ സർവേശ്വരന്റെ ആ സർവലോക നിയന്ത്രിതത്വത്തിനെ കുറിച്ച് ശ്രുതിദേവതകൾ വർണ്ണിക്കണം. ഈശ്വരൻ ഏറ്റവും ദൃഢതയുള്ള ആളാണ്, ലോകനിയന്താവാണ്, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. ഈ ലോകത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ചൈതന്യമാണ് ആ സർവേശ്വരൻ. ജീവാത്മാക്കള് എത്രയാണ് എന്ന് എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത അത്രയധികം കോടാനുകോടി ജീവിവർഗങ്ങളുണ്ട്. 84 ലക്ഷത്തിലധികം ജീവിവർഗങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുക. അത് ആധുനിക ശാസ്ത്രമായിക്കോട്ടെ ഋഷീശ്വരന്മാരുടെ ശാസ്ത്രമായിക്കോട്ടെ. ഇങ്ങനെ ശ്രുതിദേവതകൾ പ്രാർത്ഥിക്കണു, ഹേ നാശരഹിതനായിട്ടുള്ള ഭഗവാനെ, ജീവന്മാര് അസംഖ്യരാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നവയുമാണ്.
ആ സ്ഥിതിക്ക് ഈശ്വരന് എങ്ങനെയാണ് ഈ ജീവാത്മാക്കളുടെ നിയന്ത്രിത്വം അഥവാ നിയന്ത്രണം സാധ്യമാവണത് എന്ന സംശയത്തിന് ഉത്തരമാണ് ഈ ശ്ലോകത്തിൽ ശ്രുതിദേവതകൾ പറയണത്. എല്ലാ ജീവന്മാരും നിത്യരാണെങ്കിൽ, സർവവ്യാപികളാണെങ്കിൽ, ഭഗവാനോട് തുല്യമാണെങ്കിൽ ഈശ്വരന് എങ്ങനെ അവരെ ശാസിക്കാൻ പറ്റും, അവരെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രുതിദേവതകൾ പറയുന്നു. കാരണം അദ്വൈതമായിട്ടുള്ള തത്വങ്ങൾ, വേദാന്തം, ഭാഗവതം, പുരാണങ്ങൾ എല്ലാം ഭഗവാന്റെ ആ സർവേശ്വരത്വം വിവരിക്കുകയാണ്. എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായി, ഭഗവാന്റെ ശക്തി കൊണ്ട് നിലനിൽക്കണു, ഭഗവാനിലേക്ക് തന്നെ വിലയം പ്രാപിക്കണു. ജീവന്മാരും ഈശ്വരനും തമ്മിൽ ഭേദം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സേവക സേവ്യ ഭാവം, പൂജക പൂജ്യ ഭാവം ഉണ്ടാവില്ല. എന്നാൽ ശ്രുതികൾ പറയണു, പുരാണങ്ങൾ പറയണു, വേദാന്തം പറയണു, ഭഗവാൻ അഥവാ സർവേശ്വരൻ എന്നത് മുക്തമായ ചൈതന്യമാണ്. ജീവന്മാരെന്ന് പറയുന്നത് ബദ്ധമായ ചൈതന്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വരൻ മായ ആതീതനാണ്, ജീവൻ മായ അധീനനാണ്. അങ്ങനെ ബദ്ധമായ ചൈതന്യം ജീവനും മുക്തമായ ചൈതന്യം ഈശ്വരനുമായതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവേശ്വരന്മാര്, ഈ ദൃശ്യപ്രപഞ്ചം, അതിലുള്ള ചരാചരങ്ങൾ ഭഗവാനോട് തുല്യമല്ല. ഭഗവാൻ എല്ലാത്തിൻ്റെയും നിയന്താവാണ്, എല്ലാത്തിൻ്റെയും ഉത്ഭവമാണ്. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തഭിസംവിശന്തി എന്ന് തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നു. സർവചരാചരങ്ങളും ഉണ്ടാകുന്നത് സർവേശ്വരനിൽ നിന്ന്, നിലനിൽക്കുന്നത് സർവേശ്വരനിൽ, ഏറ്റവും അവസാനം ലയിക്കുന്നതും സർവേശ്വരനിലേക്ക്. അപ്പോൾ എല്ലാത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെയും കർത്താവായതുകൊണ്ട്, അല്ലെങ്കിൽ പ്രയോക്താവായതുകൊണ്ട്, ജന്മാദ്യശ്ചയത എന്ന സൃഷ്ടിയാദി ലീലകളിൽ ഏർപ്പെടുന്നത് കൊണ്ട്, അതിൽ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ലെങ്കിൽ കൂടി അതിന് കാരണക്കാരനായിരിക്കുന്ന ഭഗവാൻ, കാരണം കാരണസ്യാപി സർവകാരണ കാരണം എന്ന വിഷ്ണു പുരാണത്തിൽ പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും കാരണക്കാരനായിരിക്കുന്ന ഭഗവാൻ, സ്ഥിത്യോദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ എന്ന് നിമി നവയോഗി സംവാദത്തിൽ പിപ്പലായന മഹർഷി പറയുന്നത് പോലെ എല്ലാത്തിനും കാരണക്കാരൻ സർവേശ്വരൻ എന്ന ആ ഈശ്വരൻ സ്വയം കാരണരഹിതൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സർവേശ്വരൻ മാത്രം കാരണം, ബാക്കിയെല്ലാം കാര്യം. കാരണത്തിനെ ആശ്രയിച്ച് കാര്യം നിൽക്കണു, അല്ലെങ്കിൽ കാര്യത്തെ നിയന്ത്രിക്കുന്നത് കാരണമാണ്. അപ്പോൾ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ യാതൊരു ചൈതന്യത്തിൻ്റെ വികാരമായിട്ടാണോ, രൂപഭേദമായിട്ടാണോ ജീവജാലങ്ങൾ ആവിർഭവിച്ചത്, കാരണസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരന് കാര്യരൂപമായിരിക്കുന്ന ജീവരാശിയുടെ നിയന്ത്രിത്വം നിശ്ചയമായിട്ടുമുണ്ട് എന്ന് പറയാം. കാരണം കർമാധ്യക്ഷ സർവഭൂതാധിവാസ എന്ന് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയാണ്. എല്ലാത്തിൻ്റെയും അധ്യക്ഷനാണ്. സർവാധ്യക്ഷായ തേ നമ എന്ന് ഗജേന്ദ്രസ്തുതിയിൽ നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാം ഉത്ഭവിക്കുന്നത് ഈശ്വരനിൽ നിന്നായതുകൊണ്ട് ഈശ്വരനാണ് അതിൻ്റെ നിയന്ത്രണം. സ ആത്മമൂലോവതു എന്ന് ഗജേന്ദ്രൻ പറയണത് കേൾക്കാം.
ബ്രഹ്മാവ ഇതമഗ്ര ആസീൽ എന്ന ബൃഹദാരണ്യ ഉപനിഷത്ത് പറയും. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. സകല ചരാചരങ്ങളിലും നിലനിൽക്കുന്നതും ആ ഈശ്വരന്റെ അംശം തന്നെയാണ്, ചൈതന്യം തന്നെയാണ്. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം എന്ന് ഗജേന്ദ്രസ്തുതിയിൽ കാണാം. പ്രധാന ക്ഷേത്രജ്ഞ എന്ന് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നു. ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഓരോ ജീവിയുടെയും ആ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണെങ്കിൽ അതിൽ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നത് ക്ഷേത്രജ്ഞനായ ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇങ്ങനെ സർവേശ്വരന്റെ അംശങ്ങളായിരിക്കുന്ന, പ്രതിബിംബങ്ങളായിരിക്കുന്ന ജീവന്മാരെ നിയന്ത്രിക്കാൻ ആ സർവേശ്വരന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ആ സർവേശ്വരൻ തന്നെയാണ് അതിൻ്റെ നിയന്താവ്. അപ്പോൾ ആ ഭഗവാനാണ് സർവേശ്വരൻ. ജീവനേക്കാളും ഉപരിയാണ്. യദ്വാചിതന്ധ്യ ഗുണകർമ്മധാമഭി യദ്വാചിതന്ധ്യ ഗുണകർമ്മധാമഭി സുദുസ്തരൽ വത്സ വയം സുയോജിതാ എന്ന് പ്രിയവ്രതനോട് ബ്രഹ്മാവ് പറഞ്ഞതുപോലെ മൂക്ക് കയറിട്ട കാളകളെ ആ കൃഷിക്കാരൻ എപ്രകാരമാണോ നുകത്തിനോട് ചേർത്ത് ബന്ധിച്ചാൽ ആ കാളകൾക്ക് തീരെ ചലിക്കാൻ സാധിക്കാത്തത്, അതേപോലെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അനുസ്മരിച്ചതാണ് ഈ തത്വം. യമധർമ്മരാജാവ് തന്റെ ഭൃത്യന്മാരോട് പറയണു, പഞ്ചമസ്കന്ധത്തില് പ്രിയവ്രതനോട് ബ്രഹ്മാവ് പറയണു, ഇങ്ങനെ ഭഗവാന്റെ ആജ്ഞകളായിരിക്കുന്ന വേദവാക്യങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്നത് ആ സർവേശ്വരൻ തന്നെയാണ്. ഈശ്വരന്റെ നിയന്ത്രിത്വം എല്ലാത്തിലുമുണ്ട് എന്ന് ചുരുക്കം. ജീവന്മാരെല്ലാം ജനിക്കുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതുമെല്ലാം ഈ പരമാത്മാവിലാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ആഭരണങ്ങളിൽ സ്വർണം എന്നതുപോലെ, മൺപാത്രങ്ങളിൽ മണ്ണെന്നതുപോലെ കാരണത്വേന ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു. പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി എന്ന് ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാരണത്വേന എല്ലാത്തിലും പ്രവേശിച്ചതുകൊണ്ട് ഹേ ഭഗവാനെ അവിടത്തേക്ക് ജീവന്മാരെ എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കണു. ഓരോരോ വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്താനായിട്ട് സാധിക്കണു. സ്വന്തം ഇച്ഛയനുസരിച്ച് ഒരു ജീവനും സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാന്റെ ആ നിയന്ത്രണം ഉണ്ട്. ഇങ്ങനെ സർവബോധ ഗുഹാവാസ, എല്ലാ ജീവജാലങ്ങളിലെയും അന്തർഭാഗത്ത് സർവാന്തര്യാമിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആ ശരീരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ആ ജീവന്മാരെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ ആ സർവേശ്വരന് സാധിക്കണു. ആ സർവേശ്വരൻ തന്നെയാണ് നിയന്താവ്. ആഭരണങ്ങളിൽ സ്വർണം എന്നതുപോലെ, മൺപാത്രങ്ങളിൽ മണ്ണെന്നതുപോലെ, സമുദ്രത്തിൽ തിരമാല എന്നതുപോലെ എല്ലാത്തിലും നിലനിൽക്കുന്നത് ആ ഭഗവത് ചൈതന്യമാണ്. സമുദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന തിരമാലകളെല്ലാം സമുദ്രജലം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എന്നാലും ആ തിരമാലകൾ സമുദ്രത്തിൻ്റെ അധീനത്തിലും നിയന്ത്രണത്തിലുമാണ് നീങ്ങണത്. ഇതുപോലെ അറിവാകുന്ന സ്വരൂപത്തിനോട് കൂടിയവനാണ് ഈശ്വരൻ. പ്രജ്ഞാനം ബ്രഹ്മ, സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്നൊക്കെ ഉപനിഷത്തുക്കൾ പറയും. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ഭഗവാന്റെ ചൈതന്യം എന്നർത്ഥം. സവാ അയം പുരുഷ സർവാസു പുരുഷു പുരുഷയ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് പറയും. സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, സകല പുരങ്ങളിലും ശരീരത്തിലും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാം ഭഗവത് ചൈതന്യം തന്നെയാണ്. ഇങ്ങനെ എല്ലാത്തിനെയും അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവൻ, പ്രജ്ഞാനം ബ്രഹ്മ എന്ന രീതിയിൽ
എല്ലാത്തിലും പ്രകാശിക്കുന്ന രൂപത്തിൽ വിജ്ഞാനം ബ്രഹ്മേതി എന്ന് തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നത് പോലെ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് അവിടുന്ന്. എന്നാൽ ജീവന്റെ അറിവിന് വിഷയമല്ലാത്തതാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ഗജേന്ദ്രന്റെ സ്തുതി പറഞ്ഞത്, നമോ ഗിരാം വിദൂരായ യദ്വാച അനഭ്യുദിതം എന്ന് കേനോപനിഷത്ത് പറയും. ന ചക്ഷുഷ പശ്യതി ന കശ്ചനൈതൽ, ന ചക്ഷുഷ പശ്യതി കശ്ചനൈതൽ എന്ന് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നു. യതോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നു. ഇപ്രകാരം ഭഗവാൻ അറിവാകുന്ന സ്വരൂപമാണെങ്കിലും ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ മനസ്സിലാക്കാൻ അറിയാൻ വിഷയമല്ലാത്തവനുമായ ആ പരമാത്മാവായ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവജാലങ്ങൾ സ്ഥിതി ചെയ്യണത്. ഭഗവാനെ അറിയാൻ ജീവജാലങ്ങൾക്ക്, അവയുടെ ഇന്ദ്രിയങ്ങൾക്ക് കഴിവില്ല. മനസ്സുകൊണ്ട് മനനം ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാനോ ഒന്നും സാധിക്കില്ല. എന്നാൽ ആ ഇന്ദ്രിയങ്ങളെ ആ ചൈതന്യവത്താക്കി തീർക്കുന്നത് ആ ചൈതന്യത്തിൻ്റെ, ആ ബ്രഹ്മത്തിൻ്റെ, പരമേശ്വരന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇങ്ങനെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന രീതിയിൽ എല്ലാത്തിനെയും അറിയുന്ന അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനും, അതായത് അധോക്ഷജനായവനും പരമാത്മാവുമായ ഹേ ഭഗവാനെ അങ്ങയെ ആശ്രയിച്ചിട്ടാണ് ജീവന്മാര് മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് ശ്രുതിദേവതകൾ പറയുന്നു. അതുകൊണ്ട് അവിടത്തേക്ക് പൂർണ്ണമായിട്ട് ജീവന്മാരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇപ്രകാരം പരമാത്മാവായ ഭഗവാനില് അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയ ജീവാത്മാക്കള് ഉണ്ടായി നിലനിന്ന് നശിക്കണം. ആത്മവിസ്മൃതിയാണ് ഈ ജീവാത്മാക്കളുടെ അവിദ്യയുടെ സ്വരൂപം. കോഹം, ആരാണ് ഞാൻ എന്നറിയാത്തത്. ഞാൻ ആത്മാവ് തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി അഥവാ തത്വമസി തുടങ്ങിയുള്ള തത്വങ്ങളെ മനസ്സിലാക്കാതെ അധ്യാസത്തിന്, മായയ്ക്ക്, അജ്ഞാനത്തിന് വിധേയമായിട്ട് ഈ ദേഹമാണ് താൻ എന്ന തെറ്റിദ്ധാരണയോടുകൂടി പ്രവർത്തിക്കലാണ് ജീവന്മാരുടെ അവിദ്യയുടെ സ്വഭാവം. എന്നാൽ ഗുരുപദേശം കൊണ്ടും ശാസ്ത്രപഠനം കൊണ്ടും സത്സംഗം കൊണ്ടുണ്ടായ ഭക്തി കൊണ്ടും ആത്മബോധമാകുന്ന ജ്ഞാനം വരുമ്പോൾ, അവിദ്യ നശിക്കുമ്പോൾ ജീവഭാവം ഇല്ലാണ്ടായിട്ട് മാറണു. ആത്മതത്വം മാത്രം അവശേഷിക്കണു. ഏതുപോലെ എന്നാണെങ്കിൽ നദികൾ സമുദ്രത്തിൽ ലയിച്ച് ഒന്നായി തീരുന്നത് പോലെ. അനേക നദികൾ അനേക വഴികളിലൂടെ ഒഴുകി വരണു. സമുദ്രത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ നദിയിലെ ജലമേത് സമുദ്രത്തിലെ ജലമേത് എന്ന് വേർതിരിക്കാൻ പറ്റാത്ത വിധം ഏകീഭാവിച്ച് ഒന്നായി തീരുന്നത് പോലെ ഓരോ ജീവന്മാരും മായയെ ഉപേക്ഷിക്കുമ്പോൾ, ദേഹാഭിമാനത്തിനെ ഉപേക്ഷിക്കുമ്പോൾ, അവിദ്യ ദൂരീകരിക്കപ്പെടുമ്പോൾ പരമാത്മാവിനോട് ഏകീഭവിച്ച് ഒന്നായി തീരുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം ഉണ്ടാവുന്നു. നദികൾ സമുദ്രത്തിൽ ലയിച്ച് ഒന്നായി തീരുന്നത് പോലെ ജീവന്മാര് പരമാത്മാവിൽ ലയിച്ച് ഒന്നായി തീരുന്നു. നേരത്തെ നമ്മൾ പലതവണ കണ്ടതുപോലെ ശരം തു ജീവം പരമേവ ലക്ഷ്യം. ജീവാത്മാവ് പരമാത്മാവിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നു. ഇങ്ങനെ അവിദ്യ ഇല്ലാതാകുമ്പോൾ, അജ്ഞാനം ഇല്ലാതാകുമ്പോൾ ഞാൻ തന്നെയാണ് ആത്മാവ്, ഈ ശരീരമല്ല ഞാൻ എന്ന ബോധം വരുമ്പോൾ ആത്മതത്വം മാത്രം അവശേഷിക്കണം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ജീവാത്മാക്കള് അസ്വതന്ത്രരാണ്, ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാണ്, ബദ്ധരാണ്.
പരമാത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നവരാണ്. സത്യമായ, നിത്യമായ, മുക്തമായ ജ്ഞാനസ്വരൂപമാണ് സർവേശ്വരൻ. ആ സർവേശ്വരനെ ആശ്രയിച്ചിട്ടാണ് സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത് എന്ന തത്വത്തിനെ ഈ ശ്ലോകത്തിൽ ശ്രുതികൾ പറയുന്നു. ഈ ബ്രഹ്മത്തിനെ അറിഞ്ഞു എന്ന് ഭാവിക്കുന്നവൻ സത്യത്തില് ബ്രഹ്മത്തിനെ അറിയണില്ല. എന്നാൽ തനിക്കൊന്നും മനസ്സിലായില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിനെ അറിഞ്ഞിരിക്കണവൻ എന്ന് കേനോപനിഷത്ത് പറയും. ബ്രഹ്മത്തിനെ തനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്താണ് എന്ന് അവർക്കറിയാം. നിറകുടം തുളുമ്പില്ല എന്ന് പറഞ്ഞതുപോലെ അതവർ പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം. എന്നാൽ പൊള്ളയായ കുടങ്ങൾ വലിയ ശബ്ദം പുറപ്പെടുവിക്കും എന്ന് പറയുന്നത് പോലെ അല്പജ്ഞാനികളാണ് തനിക്ക് ബ്രഹ്മത്തിനെ മനസ്സിലായി, തനിക്കറിയാം എന്ന് അഭിമാനിക്കുന്നത്. അവർക്കൊട്ട് അറിയാൻ സാധ്യമല്ലാത്തതുമായ ചൈതന്യമാണ് ബ്രഹ്മം. അപ്പൊ ശ്വേതാശ്വര ഉപനിഷത്ത് പറയും, ഏകോദേവ സർവഭൂതേഷു ഗൂഢ, സകല ചരാചരങ്ങളിലും ഗൂഢമായിട്ട് സർവഭൂതങ്ങളിലും വസിക്കുന്നവനാണ്. സർവവ്യാപി, സർവഭൂത അന്തരാത്മാ, കർമാധ്യക്ഷ, സർവഭൂതാധിവാസ, സാക്ഷീചേത, കേവലോ നിർഗുണശ്ച. ഇങ്ങനെ അനേകം വിശേഷണങ്ങളോടെ പറയണു. ഈശ്വരൻ പ്രകാശഭൂതനാണെങ്കിലും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഒളിഞ്ഞിരുന്നു എല്ലാത്തിനെയും നിയന്ത്രിക്കണം. സർവേശ്വരൻ്റെ സർവ നിയന്ത്രക ഭാവം ഈ ശ്ലോകത്തിൽ പറയാണ്. എല്ലാം ഭഗവാനാണ്. സർവം ഖല്വിദം ബ്രഹ്മ എന്ന ഉപനിഷദ് വാക്യത്തിനെ സൂചിപ്പിക്കുന്നു ഈ ശ്ലോകത്തിൽ.